In this session, we are studying the chromosomal theory of inheritance. ഇതുവരെ നമ്മൾ പഠിച്ചത് മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് ആണ് പഠിച്ചത്. മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിൽ അദ്ദേഹം പറയുന്നത് the factors it will control the characteristic features and factor when it is passing from parents to offspring. The characters it is passing from parents to offspring without any change എന്നാണ് നമുക്ക് മെൻഡേലിയൻ ജെനറ്റിക്സിൽ നിന്ന് മനസ്സിലായത് അല്ലേ. ഇനി നമ്മൾ ഫാക്ടർ എന്താണ്, അതേപോലെ ആ ഫാക്ടർ എങ്ങനെയാണ് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്, ദീസ് ഓൾ തിങ്സ് വി ആർ സീയിങ് ഇൻ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏതോ ഒരു ഫാക്ടർ ഇറ്റ് ഈസ് പാസിംഗ് ഫ്രം പേരൻസ് ടു ഓസ്പ്രിങ്, അതാണ് ഇൻഹെറിറ്റൻസിന് കാരണമായത് എന്ന് പറഞ്ഞ ഒരു അടിത്തറ പാകി തരാനുണ്ടായ ആളാണ് ഗ്രിഗർ മെൻഡൽ. he made a basic concept about the genetics. That is the reason we are saying he is father of genetics എന്ന് പറയുന്നത് അല്ലേ. പിന്നെ നമ്മൾ കണ്ടു 1856 till 1863 he conducted his experiment. 1856 മുതൽ 1863 വരെയാണ് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്. Then after that he published his work in 1865. അപ്പൊ ഈ ഒരു അദ്ദേഹത്തിന്റെ വർക്ക് എന്ന് പറയുന്ന പ്ലാന്റ് ഹൈബ്രിഡൈസേഷൻ വർക്കായിരുന്നു. ഹൈബ്രിഡൈസേഷൻ ഇൻ ദ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് അദ്ദേഹം ചെയ്തത്. അതിനകത്ത് അദ്ദേഹം കണ്ടുപിടിച്ച 3 ലോസ് ഏതൊക്കെയാന്ന് വെച്ചാൽ ലോ ഓഫ് ഡോമിനൻസ്. വൺ ഈസ് ലോ ഓഫ് ഡോമിനൻസ്. ലോ ഓഫ് ഡോമിനൻസിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ when a pair of contrasting characters, when it is brought together in a hybrid, only one of the character is expressed in the F1 generation, the other one it will be get suppressed or it is recessive in front of that dominant character എന്നാണ് പറയുന്നത്. അതാണ് ലോ ഓഫ് ഡോമിനൻസ്. ആ ലോ ഓഫ് ഡോമിനൻസ് കറക്റ്റ് അല്ല എന്ന് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കൊണ്ടും അതേപോലെ തന്നെ സപ്ലിമെന്ററി ജീൻ, കോംപ്ലിമെന്ററി ജീൻ, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് ആ ലോ ഓഫ് ഡോമിനൻസ് കംപ്ലീറ്റ് ആയിട്ട് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് എ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ലോ. അതേപോലെ വേറൊരു ലോ ആണ് ലോ ഓഫ് സെഗ്രിഗേഷൻ. ലോ ഓഫ് സെഗ്രിഗേഷൻ ആണ് ശരിക്കും യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ലോ ഓഫ് മെൻഡേലിയൻ ജെനറ്റിക്സ്. ഇതിനകത്ത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ when a pair of contrasting characters, when it is brought together in a hybrid, during the gamete formation the alternate form of the factor is getting separated എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഞാനിവിടെ ഒരു എക്സാമ്പിൾ, ക്യാപിറ്റൽ T small t which is present in a hybrid variety of tall plant, where when they are producing the gamete it will produce the gamete either with capital T or with small t അല്ലെ. ഒന്നുപോലെ ക്യാപിറ്റൽ T ഉണ്ടായിരിക്കും അല്ലെങ്കിൽ സ്മോൾ t ആയിരിക്കും അതിന്റെ ഗാമീറ്റിന്റെ ഉള്ളിൽ ഉണ്ടാവുക. ദാറ്റ് മീൻസ് ദ ഗാമീറ്റ് ഇറ്റ് ഈസ് സെപ്പറേറ്റിംഗ് ഇൻടു 2 gametes during the gamete formation. അതാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ. അത് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ലോ ആണ്. അത് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണ്. അതായത് ദ അലീൽസ് ആർ ഗെറ്റിംഗ് സെപ്പറേറ്റഡ് ഡ്യൂറിംഗ് ദ ഗാമീറ്റ് ഫോർമേഷൻ. അതേപോലെ നെക്സ്റ്റ് ലോ നമ്മൾ പഠിച്ചത് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റിൽ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒന്നിൽ കൂടുതൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഒരു ഹൈബ്രിഡൈസേഷൻ ടെക്നിക്കിൽ കൺസിഡർ ചെയ്തു. ഇറ്റ് വാസ് പ്രൂവ്ഡ് ഫ്രം ഡൈഹൈബ്രിഡ് ക്രോസ്. ഇൻ ദാറ്റ് ഹി സെഡ് when 2 pairs of contrasting characters, when it is brought together in a hybrid, the characters are getting separated independently during the gamete formation and it is rejoined randomly during the fertilization എന്നാണ് പറഞ്ഞത്. അതിന് നമ്മൾ എക്സാമ്പിൾ പഠിച്ചത് capital R small r, capital Y small y. When it is making the combinations, if this capital R it is dominant, it can join with the recessive form of the next characteristic feature factor allele also, അതായത് alternate factor also. അതായത് ക്യാപിറ്റൽ ആർ റൗണ്ട് യെല്ലോന്റെ കൂടെ ജോയിൻ ചെയ്യുള്ളൂ ഒരു നിർബന്ധമില്ല. ഇറ്റ് ക്യാൻ ബി ജോയിൻ വിത്ത് ഗ്രീൻ. സോ വി ക്യാൻ സേ ഡ്യൂറിംഗ് ദ ഗാമീറ്റ് ഫോർമേഷൻ ഇറ്റ് ക്യാൻ സെഗ്രിഗേറ്റ് ലൈക്ക് ദിസ് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ, സ്മോൾ ആർ ക്യാപിറ്റൽ വൈ, സ്മോൾ ആർ സ്മോൾ വൈ. So in this case we can understand the dominant and recessive it is coming together in these 2 cases. അതിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? The characters it is getting separated during the gamete formation independently. Characters are getting separated, not the alleles are getting separated. Okay, characters are getting separated independently during the gamete formation and it is using together randomly during the fertilization. അതാണ് നമുക്ക് പാരന്റൽ കോമ്പിനേഷനും റീകോമ്പിനൻസും കിട്ടിയത്. ഇത്രയും 3 ലോസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റും കംപ്ലീറ്റ് ആയിട്ട് ശരിയല്ല. ദാറ്റ് ഈസ് ഓൾസോ ഡിസ്പ്രൂവ്ഡ്. സോ ഇറ്റ് ഈസ് ഓൾസോ നോട്ട് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇദ്ദേഹം ഈ വർക്ക് മുഴുവൻ പബ്ലിഷ് ചെയ്തത് എവിടെയാന്ന് ചോദിച്ചാൽ ഹി പബ്ലിഷ് ദിസ് ഇൻ ദ ബ്രൂൺ സൊസൈറ്റി ഓഫ് നാച്ചുറൽ സയൻസ് in 1865.
Gregor Mendel, he published his work in Brown Society of Natural Science എന്ന് പറയുന്ന ഒരു ജേർണലിലാണ് അദ്ദേഹത്തിന്റെ വർക്ക് പബ്ലിഷ് ചെയ്തത്. And it was published in the name of Experiments on Plant Hybridization. വർക്കിന്റെ പേരെന്തായിരുന്നു? Experiments on Plant Hybridization എന്നുള്ള പേരിലാണ് അദ്ദേഹം അത് പബ്ലിഷ് ചെയ്തത്. പക്ഷേ ഇദ്ദേഹം 1865 പബ്ലിഷ് ചെയ്ത ഈ വർക്ക് ടിൽ 1900 ഇറ്റ് വാസ് നോട്ട് റെക്കഗ്നൈസ്ഡ്. അതിന് പല കാരണങ്ങളുണ്ട്. ദിസ് ഈസ് എ ലോക്കൽ ജേർണൽ ആൻഡ് ദർ വാസ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഇൻ 19th സെഞ്ചുറി. 19th സെഞ്ചുറിയിലൊക്കെ നമ്മൾ ഇന്ന് കാണുന്ന പോലെ കമ്മ്യൂണിക്കേഷൻ ഒന്നും അത്ര നല്ലതായിട്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് വൈഡ്ലി പബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് മെനി പീപ്പിൾ ഇറ്റ് വാസ് നോട്ട് they could not access this journal to understand the plant hybridization which was done by Mendel. അല്ലെങ്കിൽ അത് ഒരുപാട് എന്താണ് ജനറ്റിക്സ് ഫീൽഡിലേക്ക് ഒരുപാട് എന്താ പറയാ ഒരുപാട് നോളജ് പ്രൊവൈഡ് ചെയ്ത ഒരു ബേസിക് കോൺസെപ്റ്റ് തന്നെയാണ് അദ്ദേഹം കൊണ്ടുവന്നത്. പക്ഷെ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ജേർണൽ എല്ലാവരുടെയും അടുത്തേക്കും എത്തിയിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. പിന്നെ ആരൊക്കെ അത് വായിച്ചോ അവർക്കൊന്നും വാട്ട് ഹി സെഡ് അബൌട്ട് ദ ഫാക്ടർ ഹി സെഡ് ഇറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് സ്റ്റേബിൾ യൂണിറ്റ് which can pass the character from one generation to next generation without any change എന്ന് അദ്ദേഹം പറഞ്ഞു അല്ലേ. അതായത് ഇപ്പൊ നമ്മൾ ടോൾ പ്ലാന്റിൽ നിന്ന് ഉണ്ടാവുന്ന നെക്സ്റ്റ് ജനറേഷൻ ടോള് തന്നെയായിട്ട്, അല്ലെങ്കിൽ അതിനകത്തൊന്നും ഒരു വേരിയേഷനും കാണിക്കുന്നില്ല. ഒന്നുപോലെ ടോളായിരിക്കാം അല്ലെങ്കിൽ ഡ്വാർഫ് ആയിരിക്കാം. പേരന്റൽ കോമ്പിനേഷൻ മാത്രം ആണ് എന്തില് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ അല്ലെങ്കിൽ ബ്ലെൻഡിങ് നേച്ചർ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, ഇതൊന്നും അദ്ദേഹം പറഞ്ഞില്ല. സോ ഇറ്റ് വാസ് നോട്ട് ഏബിൾ ടു ആക്സെപ്റ്റ് ബൈ ദ പീപ്പിൾ ബിക്കോസ് വി ആർ സീയിങ് കണ്ടിന്യൂസ് വേരിയേഷൻ in the ecosystem and this variation will lead to evolution. ഇത് ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഡിസ്ക്രീറ്റ് സ്റ്റേബിൾ യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ this as there is no variation, there is no change, there is no chance of evolution. എല്ലാ ഓർഗാനിസം അവരുടെ പാരന്റൽ ഓർഗാനിസത്തിന്റെ എക്സാക്ട് ക്യാരക്ടർ ആയിട്ട് ഇരിക്കുമായിരുന്നു. സോ ദാറ്റ് ഓൾസോ വാസ് another minus point for in his discovery. So that because of that it was rejected. Ini nammal nokki kayinjittundengi another reason for rejecting this one, when he conducted his experiment he included the mathematical logic and statistical analysis he has included in his experiment. Adu veroru problem aayirunnu. Ella biologistinum mathematics avade include cheyipichada accept cheyan pattilla. That is another thing. It was due to that it was rejected. അതേപോലെ തന്നെ അദ്ദേഹം നമ്മളെ ഫാക്ടർ എന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാം. ദ ഫാക്ടർ വാട്ട് ഹി ഈസ് സേയിങ് ദാറ്റ് ഈസ് ഏബിൾ ടു കൺട്രോൾ എ ക്യാരക്ടർ, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ജീൻ ആണെന്ന് അറിയാം. പക്ഷെ അദ്ദേഹത്തിന് ഈ ആ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, അത് ജീനാണോ, അത് എവിടെയാണ് ഇരിക്കുന്നത്, അത് പ്രോട്ടീൻ നേച്ചർ ഉള്ളതാണോ, ഒന്നും അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഓഫ് ദാറ്റ് ആബ്സെൻസ് ഓഫ് ദ സോളിഡ് എവിഡൻസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഫാക്ടർ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ സ്റ്റഫിന് സോളിഡ് എവിഡൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടും അത് റിജക്റ്റ് ആയി പോയിട്ടുണ്ട്. സോ ദീസ് ആർ ദ മേജർ ഡ്രോബാക്സ് ഓഫ് ഹിസ് experiment which was not published properly. It was not recognized properly because the gene what he said that there is no variation, it is occurring generation after generation. പിന്നെ ഒന്ന് എന്തായിരുന്നു വെച്ചാൽ മാത്തമാറ്റിക്സും അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസും ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് അന്നത്തെ കാലത്തെ ബയോളജിസ്റ്റിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു. അതേപോലെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്ക്രീറ്റ് യൂണിറ്റ് ഓർ സ്റ്റേബിൾ ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താണ് ആ സാധനം എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. കാരണം അത്രയും മൈക്രോസ്കോപ്പി ഒന്നും അത്രയും അഡ്വാൻസ്ഡ് ലെവലിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഓഫ് ദാറ്റ് ഇറ്റ് സെൽഫ് ടിൽ 1900 ഹിസ് വർക്ക് ഇറ്റ് വാസ് ഹിഡൻ, ഇറ്റ് വാസ് നോട്ട് പബ്ലിഷ്ഡ് ഇൻ ദ പ്രോപ്പർ മാനർ. ഓക്കെ, സോ ബൈ 1900 ഒരു 1900 എത്തിയപ്പോഴത്തേക്കും some scientists as De Vries, Correns and Shermark. De Vries, Correns and Shermark. ഈ മൂന്ന് സയന്റിസ്റ്റ് കൂടിയിട്ട് ഇവരെ ശരിക്കും ഇൻഡിപെൻഡന്റ്ലി ദേ ഡിഡ് ദ സെയിം വർക്ക്.
ഇൻഡിപെൻഡന്റ്ലി പ്ലാന്റ് ഹൈബ്രിഡൈസേഷനിൽ ഇവരും വർക്ക് ചെയ്തു. ബട്ട് ഇറ്റ് ഈസ് ഇവർ മൂന്നുപേരും പരസ്പരം അറിയുന്ന ആൾക്കാരല്ല, മൂന്നുപേരും ഇൻഡിപെൻഡന്റ് ആയിട്ട് വേറെ വേറെ സ്ഥലങ്ങളിൽ ഇരുന്നിട്ടാണ് ഈ വർക്ക് ചെയ്തത്. സോ ദേ ഓൾസോ റീച്ച് ദ സെയിം കൺക്ലൂഷൻ ആസ് മെന്റലിന്റെ പോലെ തന്നെ സെയിം കൺക്ലൂഷനിലാണ് ഇവരും എത്തിയത്. പക്ഷെ അവർക്ക് ആ സമയമായപ്പോഴത്തേക്കും ഈ 1900 ഒക്കെ ആയപ്പോഴത്തേക്കും അവർക്ക് വേറെ കുറെ അഡ്വാൻസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു സയൻസിൽ. കാരണം ഇൻ ദ സെൽ the nucleus is present. They could understand inside the nucleus there is a colored body. After coloring with the stain they could understand that is they called as chromosome. ക്രോമസോം എന്ന് പറയുന്ന ഒരു സാധനം അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് മനസ്സിലായി. ഈ ക്രോമസോം ആണ് ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് ദ ഗ്യാമീറ്റ് ഇറ്റ് ഈസ് അണ്ടർഗോയിങ് സെഗ്രിഗേഷൻ എന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതേപോലെ മൈറ്റോട്ടിക് ഡിവിഷൻ മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നതിന് മുമ്പ് ഈ സെല്ല് ഇന്റർഫേസിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ അവർക്ക് കാണാൻ പറ്റി ദ ക്രോമസോം ഇറ്റ് ഈസ് അണ്ടർഗോയിങ് ഡബ്ലിംഗ് ഓർ ഇറ്റ് വിൽ അണ്ടർഗോ റിപ്ലിക്കേഷൻ to form its sister chromatid, and the doubled chromosome it is getting separated equally into two cells. That is in the case of mitosis they could understand. അതേപോലെ 1902 ഒക്കെ ആയപ്പോഴത്തേക്കും അവർക്ക് മിയോട്ടിക് ഡിവിഷൻ നടന്ന് ഗ്യാമീറ്റ് ഫോം ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് ആ ക്രോമസോംസ് എങ്ങനെയാ സെഗ്രിഗേറ്റ് ചെയ്യുന്നത് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായി. നമുക്കറിയാലോ ക്രോമസോംസ് എങ്ങനെയാ സെഗ്രിഗേറ്റ് ചെയ്യുന്ന മിയോട്ടിക് ഡിവിഷനിലെ ഇന്റർഫേസിൽ കൂടെ പാസ് ചെയ്ത ക്രോമസോം എല്ലാ ഹോമോലോഗസ് ക്രോമസോംസും അതിന്റെ സിസ്റ്റർ ക്രോമാറ്റിഡ് ഉണ്ടാക്കി DNA കണ്ടന്റ് ഡബിൾ ആക്കി വെക്കുന്നുണ്ട് അല്ലെ. ഡബിൾ ആക്കിയ DNA കണ്ടന്റ് ഇറ്റ് ഹാസ് ടു ബി റെഡ്യൂസ്ഡ്. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ 2 സ്റ്റെപ്പിലാണ് നടക്കുന്നത്. മിയോസിസ് 1 മിയോസിസ് 2 അല്ലെ. മിയോസിസ് 1 എന്ന് പറയുന്ന ഒരു റിഡക്ഷൻ ഡിവിഷനും മിയോസിസ് 2 എന്ന് പറയുന്ന ഒരു ഇക്വേഷണൽ ഡിവിഷനും അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. മിയോസിസ് 1 റിഡക്ഷൻ ഡിവിഷൻ നടക്കുമ്പോൾ ഹോമോലോഗസ് ക്രോമസോംസ് ആർ ഗെറ്റിംഗ് സെപ്പറേറ്റഡ്. ഹോമോലോഗസ് ക്രോമസോം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ എന്റെ ബോഡിയിൽ കാണുന്ന 2 സെറ്റ് ക്രോമസോം ദാറ്റ് ഐ എം റിസീവിംഗ് ഫ്രം ദ മെയിൽ പേരന്റ് ആൻഡ് ഫീമെയിൽ പേരന്റ്. അപ്പൊ ക്രോമസോം നമ്പർ 1 എനിക്ക് 2 കോപ്പി ഉണ്ട് അല്ലെ. ഈ ക്രോമസോം നമ്പർ 1 ഇറ്റ് വിൽ ഗെറ്റ് സെപ്പറേറ്റഡ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷനിൽ തന്നെ അത് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ സെപ്പറേഷൻ ഹോമോലോഗസ് ക്രോമസോംസ് ഇറ്റ് ഈസ് അണ്ടർഗോയിങ് സെപ്പറേഷൻ equally into two cells, and then after that in the second equational division or in the second meiotic division they could understand the sister chromatid is also getting separated in such a manner. Reduction division നടന്നപ്പോൾ അതിനകത്ത് ക്രോമസോം നമ്പർ 2 എന്നുള്ളത് 1 മാറിയതിന്റെ ഒപ്പം ആ ഒരു ക്രോമസോമിന്റെ DNA കണ്ടന്റ് മാത്രം മതി ഒരു സെല്ലിന്റെ ഉള്ളിൽ, അല്ലാതെ ഒരുപാട് DNA 2 ക്രോമസോമിന്റെ DNA കണ്ടന്റ് അതിന്റെ ഉള്ളിൽ വേണ്ട. അപ്പൊ സിസ്റ്റർ ക്രോമാറ്റിഡിനെ മാത്രം സെപ്പറേറ്റ് ചെയ്യുന്ന സെക്കൻഡ് ഡിവിഷൻ അവർക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞു. ഇതിൽ നിന്ന് അവർക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഈ ഫാക്ടേഴ്സ് വാട്ട് മെൻഡൽ വാസ് സേയിങ്, ദ ഫാക്ടേഴ്സ് ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ആൻ ഓൾട്ടർനേറ്റ് ഫോം വിച്ച് ഈസ് പ്രസന്റ് ഇൻ ദ ഹോമോലോഗസ് ക്രോമസോം നമ്പർ 1 that is getting separated during meiosis 1. meiosis 1 ഈ ക്രോമസോം നമ്പർ 1 ഇങ്ങോട്ടും പോയി ഈ ക്രോമസോം നമ്പർ 1 ഇങ്ങോട്ടും പോകും. അപ്പൊ എന്തായാലും ഒരു ഹാപ്ലോയിഡ് സ്റ്റേജിൽ 2 സെൽസ് ഫോം ചെയ്യാൻ കഴിഞ്ഞു അല്ലെ. അപ്പൊ ആ ഹാപ്ലോയിഡ് സെല്ല് ഫോം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മിയോസിസ് 1 നടക്കുന്ന സമയത്താണ് എന്ത് സെഗ്രിഗേറ്റ് ചെയ്ത് പോകുന്നത്? ദ അലീൽസ് ഓഫ് എ പർട്ടിക്കുലർ ജീൻ ഈസ് ഗെറ്റിംഗ് സെപ്പറേറ്റഡ് എന്ന് അവർക്ക് മനസ്സിലായി. അതായത് മിയോസിസിൽ ഇങ്ങനെ ഒരു സെപ്പറേഷൻ നടക്കുമ്പോഴായിരിക്കാം the alternate form of the factor it is getting separated. They could understand. അതിൽ നിന്ന് അവർക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. മെൻഡൽ what he is talking about the factor that is nothing but the gene. നമ്മള് മെൻഡലിന് അന്ന് ജീൻ എന്താന്ന് അറിയില്ലായിരുന്നു. അതേപോലെ തന്നെ മെൻഡൽ he didn't know what is chromosome. So Mendelian factor it was recognized as gene, and Mendelian factor it has alternate form. ഇതിന് alternate form ഉണ്ട്. ഈ alternate form it is present in the gene also. The alternate form of gene is nothing but the allele. അപ്പൊ അദ്ദേഹം ഈ alternate form of factor എന്ന് പറഞ്ഞത് എന്തായിരുന്നു? alleles of a gene ആയിരുന്നു. Alternate form of gene is allele. Okay. ഇനി നമ്മൾ പറഞ്ഞു during the gamete formation this will undergo segregation. അപ്പൊ നമ്മൾ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റിൽ നമ്മൾ ഇപ്പൊ ഇത് ഇത്രയും പറഞ്ഞതനുസരിച്ച് നമ്മൾ ആ ഹോമോലോഗസ് ക്രോമസോം സെപ്പറേറ്റ് ആവുമ്പോൾ അലീൽസ് സെപ്പറേറ്റ് ആവും എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഡൈഹൈബ്രിഡ് പ്രോസസ്സിൽ പറയുമ്പോൾ നമ്മൾ എന്താ പറയാ? ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ആണ് പറയാ. അതായത് 2 characters are getting separated independently during the gamete formation എന്നാണ് പറയുന്നത് അല്ലെ. അങ്ങനെയാവുമ്പോൾ നമുക്ക് ആ എക്സ്പെരിമെന്റ്, അതായത് മെൻഡൽ നടത്തിയ ആ എക്സ്പെരിമെന്റ് ഒന്ന് നമുക്ക് ചെയ്തു നോക്കാം.
നമുക്കറിയാം he considered the seed color and seed shape, right? Seed color, it is present in chromosome number 1 and seed shape, it is present in chromosome number 7. Okay, അപ്പോൾ ഞാൻ ആ സെയിം എക്സ്പെരിമെന്റ് കുറച്ച് ഡയഗ്രമാറ്റിക് ആയിട്ട് കാണിക്കാൻ പോവാണ്. So you just observe that. നമുക്കിവിടെ ഒരു സെല്ല്, അതായത് ആ പീ പ്ലാന്റിന്റെ ഒരു സെല്ല്, എല്ലാ സെല്ലിനകത്തും ഒരേ തരത്തിലുള്ള ജനറ്റിക് കോമ്പോസിഷൻ ആയിരിക്കും ഉണ്ടാവുക അല്ലെ. അതിന്റെ ക്രോമസോം നമ്പർ ഒന്നായിരിക്കും, ക്രോമസോമിന്റെ കണ്ടന്റ് എല്ലാം ഒന്നായിരിക്കും, പക്ഷെ അതിന്റെ എക്സ്പ്രഷൻസ് വേരി ചെയ്യും ഓരോ സെല്ലിന്റെ ഉള്ളിൽ, അത്രേ ഉള്ളൂ. അപ്പൊ ഞാനിവിടെ ഒരു സെല്ല് കാണിക്കാൻ പോവാണ്. സീ ഹിയർ, ദിസ് ഇസ് എ സെൽ ഓഫ് പീ പ്ലാന്റ്. പീ പ്ലാന്റിന്റെ ഒരു സെല്ല് ഞാൻ വലുതാക്കി വരച്ചിട്ടുണ്ട്. ഈ പീ പ്ലാന്റിന്റെ ഒരു സെല്ലിന്റെ ഉള്ളിൽ ഞാൻ വരയ്ക്കാൻ പോകുന്ന 2 ക്രോമസോമിനെ വരയ്ക്കുന്നുള്ളൂ. ഐ എം ജസ്റ്റ് ഡ്രോയിങ് 2 chromosomes inside this pea plant. Okay, the chromosome number 1 I am just representing with red ink. Chromosome number 1 ഇവർക്ക് എത്ര ഉണ്ടാവും? 2 എണ്ണം ഉണ്ടാവും അല്ലെ. Chromosome number, it will be chromosome number, each chromosome it will be 2 in number. അതുപോലെ ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്നത്, this is chromosome number 1 കേട്ടോ. ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഏതാണെന്നറിയോ? ക്രോമസോം നമ്പർ 7 ആണ്. അതിന് ഞാൻ ഈ ഒരു എക്സാമ്പിൾ എടുക്കാനുള്ള കാരണം എന്താണ്? ക്രോമസോം നമ്പർ 1ലും 7ലുമാണ് നമ്മുടെ ഡൈഹൈബ്രിഡ് ക്രോസിൽ കൺസിഡർ ചെയ്ത റൗണ്ട് ആൻഡ് സീഡ് ഷേപ്പ് ആൻഡ് സീഡ് കളർ ഇരിക്കുന്നത് കേട്ടോ. സോ ഹിയർ ദിസ് ഈസ് ദ 7th chromosome. അപ്പൊ ദിസ് ഈസ് ഫസ്റ്റ് ക്രോമസോം ആൻഡ് ദിസ് വൺ ഈസ് ദ 7th chromosome. ഇനി ഈ സെല്ല് when it is undergoing meiotic division നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതെന്താവും? this will undergo multiplication നടന്ന എന്താ ഉണ്ടാവുക? sister chromatids ഫോം ചെയ്യും അല്ലെ. the sister chromatids which is formed here, it will be attached in the centromere region. നമുക്ക് കാണാതെ ഇതേപോലെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഇതും ഉണ്ടാക്കും എന്ത്? sister chromatids. so we can see the sister chromatid which is formed here അല്ലെ. അതേപോലെ in this chromosome number 7 also it is producing the sister chromatid. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ എന്താണ് ക്രോമസോം നമ്പർ 2ഉം 3ഉം ഒക്കെ അവിടെ പോയി? നമുക്ക് അത് പഠിക്കാൻ നമ്മൾ സെലക്റ്റീവ് ആയിട്ട് 2 എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി see here, during the interphase of a cell division, it produces its replica or it produces its sister chromatid. Now in meiosis 1, ഇത് ഞാൻ ഒരു ഹൈബ്രിഡിൽ കാണിക്കാം. മിയോസിസ് 1 ഞാൻ പറയുന്നതിന് മുമ്പ് ഇത് ഞാനൊരു ഹൈബ്രിഡിൽ കാണിച്ചു തരാം. ഇതൊരു ഹൈബ്രിഡിൽ എങ്ങനെ ഇരിക്കും? ഇത് ക്രോമസോം നമ്പർ 1, it has the seed color. സീഡ് കളർ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്? യെല്ലോ, ഗ്രീൻ അല്ലെ. യെല്ലോ it is represented as capital Y, green it is represented as small y അല്ലെ. ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്? the seed shape that will be round and wrinkled. round it is represented as capital R and wrinkled it is represented as small r. ഇങ്ങനെയാണ് ഇത് വന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നോക്കാം. see here, in the case of meiosis we know in metaphase 1 of meiosis the all chromosomes, all homologous chromosomes, it will come and arrange in the equator region. homologous chromosome എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ തരത്തിലുള്ള ക്രോമസോമിനെയാണ് homologous chromosome എന്ന് പറയുന്നത്. in the case of diploid organism we have a pair of chromosome number 1, if one is there the other one it will be there. ആ chromosome number 1 നമ്മൾ എന്ത് പറയും? homologous chromosome എന്ന് പറയും. അപ്പോൾ chromosome number 1, this is homologous chromosome. and ഇതിനെ അറ്റാച്ച് ചെയ്തേക്കുന്നത് ഇത് homologous chromosome അല്ല, ഇത് sister chromatid ആണ് കേട്ടോ. ഇനി this one in the metaphase stage it will come and arrange parallelly in the equator region. അതായത് ഇത് രണ്ടും parallel ആയിട്ട് അറേഞ്ച് ചെയ്യും, ഇത് രണ്ടും parallel ആയിട്ട് അറേഞ്ച് ചെയ്യും. so here we can see the spindle formation when it occurs. We can see the spindle fibers, it will be catch in the centromere region of both 1 and 7 here, and we can see like this അല്ലെ. അപ്പൊ നോക്കിക്കേ, when it is getting separated, ഈ സ്പിൻഡിൽ ഫൈബർ പിടിച്ച് ഇതിനെ വലിച്ച് ഇങ്ങോട്ടും കൊണ്ടുപോകും, ഇതിനെ വലിച്ച് ഇങ്ങോട്ടും കൊണ്ടുപോകും. when it is getting separated we can see it is becoming as 2 cells. 2 cells ആയിട്ട് മാറുന്നുണ്ട് അല്ലെ. ഈ 2 cells ആയിട്ട് മാറുമ്പോൾ this will be a combination of capital R capital Y അല്ലെ. this will be a combination of small r small y. ഇങ്ങനെയല്ലേ വരാ. അപ്പൊ capital R capital Y containing one gametic cell, small r small y containing another gametic cell. Is it clear? Now if we see in the second division we can see the sister chromatids, it gets separate there again. this capital R capital Y cell, it will become 2 cells, that is capital R capital Y capital R capital Y, because this is just equational division. this one you see, this is getting separated as RY, both are small letter, or we can see both are recessive in nature.
ഇനി നോക്ക്, ഈ സെയിം അറേഞ്ച്മെന്റ് ഇഫ് ഐ ആം ഡ്രോയിങ് ഇൻ അനദർ സെൽ, ഞാൻ വേറൊരു സെല്ലിനകത്ത് വരച്ച് കാണിക്കുകയാണ്. വേറൊരു സെല്ലിനകത്ത് വരച്ച് കാണിക്കുമ്പോൾ യു ജസ്റ്റ് ഇമാജിൻ ദിസ് ഈസ് അറേഞ്ച്ഡ് ലൈക്ക് ദിസ്. ഇതാ ഇത് നമ്മുടെ 7th ക്രോമസോം. ഓക്കെ, ഈ 7th ക്രോമസോം ഞാൻ അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഫസ്റ്റ് ക്രോമസോം ഐ എം ജസ്റ്റ് ഡ്രോയിങ് ഹിയർ. ഓക്കെ, ഇത് ഫസ്റ്റ് ക്രോമസോം, ഇത് 7th ക്രോമസോം. ഈ ഫസ്റ്റ് ക്രോമസോമില് ക്യാപിറ്റൽ ആർ ഇവിടെ തന്നെ ഇരിക്കട്ടെ, സ്മോൾ ആർ ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഇവിടെ നമ്മൾ നോക്കിക്കേ, ഇത് നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു വന്ന് അറേഞ്ച് ചെയ്യാൻ പാടില്ല എന്ന് ഒരു നിർബന്ധവും ഇല്ല അല്ലെ. ദിസ് ക്യാൻ അറേഞ്ച് ഇൻ ദ ഓൾട്ടർനേറ്റ് വേ ഓൾസോ. സീ ഹിയർ ദിസ് വാസ് അറേഞ്ച്ഡ് ആസ് ക്യാപിറ്റൽ ആർ ഹിയർ ആൻഡ് സ്മോൾ ആർ ഹിയർ. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, ഇഫ് ഇറ്റ് ഈസ് അറേഞ്ചിങ് ആസ് സ്മോൾ ആർ ഹിയർ ആൻഡ് ക്യാപിറ്റൽ ആർ ഹിയർ, then you see when it is getting separated we can get the two cells. One will be having capital R small r combinations. Sorry, this is, I made mistake. This is capital Y and small y. Okay, and capital Y small y. അറിയാതെ എഴുതി പോയതാ കേട്ടോ. So capital Y small y. So here this capital Y joins with small r. അല്ലേ? ഈ സ്മോൾ വൈയോ ഇറ്റ് ക്യാൻ ജോയിൻ വിത്ത് ക്യാപിറ്റൽ ആർ. ഈ രണ്ട് കോമ്പിനേഷൻസും എന്താണ്, പോസിബിൾ ആണ് അല്ലേ. സോ ഹിയർ വി ക്യാൻ സേ ദ two genes are getting separately during the gamete formation if the two genes are present in two homologous chromosome. രണ്ട് ഹോമോലോഗസ് ക്രോമസോമിലായിരിക്കുന്നെങ്കിൽ നമ്മൾ ഒരു വറിയുടെ ആവശ്യമില്ല. വി ക്യാൻ സീ that will be segregated very easily or very independently during the gamete formation, and they can produce enough number of recombinants അല്ലെ. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മെന്റേലിയൻ ഇൻഹെറിറ്റൻസില് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റി. എന്തുകൊണ്ടാണ്? അദ്ദേഹം കൺസിഡർ ചെയ്ത്, അദ്ദേഹത്തിന് അറിയില്ല ക്രോമസോം എന്താണെന്ന് അറിയില്ല, ജീൻ എന്താണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. ബട്ട് because unfortunately we can the genes which he considered for his experiment, it was present in two different chromosomes. ഒരു ക്രോമസോമിൽ തന്നെ ആയിരുന്നില്ല ഇരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് this was able to undergo segregation independently. ഓക്കെ, അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. മിയോസിസ് 1 അനാഫേസിൽ സെപ്പറേറ്റ് ആവുന്നതും അനാഫേസിൽ അതിന്റെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ആവുന്നതും ജേം സെൽസ് രണ്ട് തരത്തിൽ ഫോം ചെയ്യുന്നതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡിഫറെന്റ് കളേഴ്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ക്രോമസോം നമ്പർ 1ഉം 7ഉം എടുക്കാനുള്ള കാരണം നമ്മൾ പഠിച്ച രണ്ട് ക്യാരക്ടർ ക്രോമസോം നമ്പർ 1ലും 7ലും ആണ് ഇരിക്കുന്നത്. അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്രോമസോം നമ്പർ 1 കൺസിഡർ ചെയ്തത്. ഇനി നമുക്കിവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് ക്രോമസോമും ജീനും തമ്മിലുള്ള വ്യത്യാസം ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് ദ ഗാമീറ്റ് ഫോർമേഷന്റെ സമയത്ത് രണ്ട് ജീൻസ് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും, രണ്ട് ക്രോമസോംസ് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നു നോക്കാം. സി ഹിയർ ഒരു ടേബിൾ അവിടെ കൊടുത്തേക്കുന്നത് നോക്കിയേ, ടേബിൾ കോളം എ കോളം ബി. ഇനി നമുക്ക് അവസാനം ഇത് വായിച്ചിട്ട് ദ കമ്പാരിസൺ ബിറ്റ്വീൻ ദ ബിഹേവിയർ ഓഫ് ക്രോമസോം ആൻഡ് ജീൻ ഡ്യൂറിങ് ദ formation of the gamete ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. See here A column it is represented as it occur in a pair. ജീനും അതുപോലെ തന്നെ രണ്ട് കോളും എയും ബിയും it occur in a pair. So we can say chromosome it occur in a pair, homologous chromosome. Gene it occur in a pair, alternate alleles of a gene. Gene occurs in a pair and each member of that gene we will call as allele. Next one you see segregate at the time of gamete formation such that only of each pair is transmitted to a gamete. അല്ലെ, ഈ ജീൻസ് എങ്ങനെയാണ്, ഇറ്റ് വിൽ സെഗ്രിഗേറ്റ് ഡ്യൂറിംഗ് ദ ഗാമീറ്റ് ഫോർമേഷൻ. only one alternate form of the gene or one allele it will be contributed to each gamete. And next one you see segregated gamete formation and only one of each pair is transmitted to the gamete. Homologous chromosomes it will undergo segregation and only one of homologous chromosome it will go to gamete. Next one in the A column it is represented as independent pairs segregate independently of each other. ഇൻഡിപെൻഡന്റ് ജീൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ അതിനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അതിനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യാൻ കഴിയില്ല. ഞാൻ കാണിച്ചു തരാം. ഇനി ഈ വൺ പെയർ സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് അനദർ പെയർ കേട്ടോ. ഇവിടെ ഒരു പെയർ ഇറ്റ് സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് അനദർ പെയർ. ഇത് ക്യാപിറ്റൽ ആർന്ന് ഇവിടെയും വരാം, സ്മോൾ ആർന്ന് ഇവിടെയും വരാം, അല്ലെങ്കിൽ സ്മോൾ വൈന്ന് ഇവിടെയും വരാം, ക്യാപിറ്റൽ വൈന്ന് ഇവിടെയും വരാം. അത് ഏത് തരത്തിൽ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. സോ ദർ ഈസ് നോ നീഡ് ഓഫ് കൺസിഡറിങ് ഇൻഡിപെൻഡന്റ് പെയർ. അവർ ഓൾറെഡി എന്തായിട്ടാണ് നിൽക്കുന്നത്, ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ സി ഹിയർ ഇൻഡിപെൻഡന്റ് പെയർ സെഗ്രിഗേറ്റ് ഡ്യൂറിംഗ് ദ ഗാമീറ്റ് ഫോർമേഷൻ ഇൻഡിപെൻഡന്റ്ലി ഓഫ് ഈച്ച് അതർ എന്ന് പറയുന്നത്
ജീനിനെ പറ്റിയിട്ടാ. അവിടെ ആ ഇൻഡിപെൻഡൻസി എന്താണ്? ഇഫ് ദ ജീൻ ഈസ് പ്രസന്റ് ഇൻ 2 homologous chromosome, they are independent. If it is present in the same chromosome, you see, ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് രണ്ട് ജീൻ ഇരിക്കണമെങ്കിൽ അത് എളുപ്പം സെപ്പറേറ്റ് ആവുമോ? ഇല്ല. അവർ ഒരുമിച്ച് നെക്സ്റ്റ് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അത് സെപ്പറേറ്റ് ആവുമോ ഇല്ലയോ എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. Before that, we will complete this one. So, can you tell which of these column A or B represent the chromosome and which represent the gene? How did you decide? ഇത് നോക്കിക്കേ, ഇതിനകത്ത് ആകെ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ അവർ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇൻഡിപെൻഡന്റ് പെയർ ഗെറ്റ് സെപ്പറേറ്റ് ഇൻഡിപെൻഡന്റ്ലി in the first column and the each pair gets separate independently. അത് അവിടെ ഡിപെൻഡൻസിയും ഇൻഡിപെൻഡൻസിയും ഒന്നും പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്താ? The chromosomes, it is not independent. അത് രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റികളാണ്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ബോഡീസ് ആണ്. അവർക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിപ്പെൻഡൻസിയും ഇൻഡിപെൻഡൻസിയും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സോ ഈച്ച് പെയർ ഗെറ്റ് സെപ്പറേറ്റ് ഇൻഡിപെൻഡന്റ്ലി. ബട്ട് ഇൻ ദ കേസ് ഓഫ് ജീൻ, ദാറ്റ് ജീൻ ഷുഡ് ബി പ്രസന്റ് ഇൻഡിപെൻഡന്റ്ലി. ഇവിടെ ഇരിക്കുന്ന ഇൻഡിപെൻഡന്റ് ആയി ഇരിക്കുന്നതുകൊണ്ടാണ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നടന്നത്. സോ ഇൻഡിപെൻഡന്റ്ലി ടു സെപ്പറേറ്റ് ഇറ്റ് ഷുഡ് ബി ജീൻ. സോ എ കോളം ഇറ്റ് ഈസ് റെപ്രസെന്റിംഗ് ദ ജീൻ, ബി കോളം ഇറ്റ് ഈസ് റെപ്രസെന്റിംഗ് ദ chromosome. Okay, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡൗട്ട് വന്നു, ജീൻസ് ഇറ്റ് ഈസ് വെദർ ഇറ്റ് ഈസ് ഓൾവേസ് അണ്ടർഗോയിങ് ഇൻഡിപെൻഡന്റ് സെപ്പറേഷൻ ഓർ നോട്ട്. ഇനി ഞാൻ ഈ പറയുന്ന രണ്ട് ജീനിനെ ഇങ്ങോട്ട് മാറ്റിയാണ്. ഇത് ഞാൻ ഒരൊറ്റ ക്രോമസോം മാത്രം കാണിച്ചു തരാൻ പോവാ കേട്ടോ. See here, a single chromosome I am considering. That chromosome I am just considering it as chromosome number 1. ക്രോമസോം നമ്പർ 1 ആണ് കേട്ടോ. ക്രോമസോം നമ്പർ 1-നകത്ത് രണ്ട് ക്യാരക്ടർ ഉണ്ടെന്നിരിക്കട്ടെ. ദ ക്യാരക്ടർ വിച്ച് ഈസ് പ്രസന്റ് ഇൻ ക്രോമസോം നമ്പർ ദാറ്റ് ഈസ് റെപ്രസെന്റിങ് ദ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്. അതേപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് കളർ ഓഫ് ദ പോഡ് ആൻഡ് കളർ ഓഫ് ദ സീഡ്, അങ്ങനെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ. അതായത് ഒന്നുകൂടെ നോക്കാം നമുക്ക് ഏതൊക്കെ ക്യാരക്ടറാണ് ഒരൊറ്റ ക്രോമസോമിൽ ഇരിക്കുന്നതെന്ന് നോക്കാം. ദെൻ ആഫ്റ്റർ ദാറ്റ് വിൽ ഡിസൈഡ്. ഓക്കെ, സോ ഫ്ലവർ പൊസിഷനും പോട്ട് ഷേപ്പും കൺട്രോൾ ചെയ്യുന്ന 4th ക്രോമസോമിലാണ്. അപ്പൊ നോക്കിക്കോ, ഇത് നമ്മുടെ 4ാമത്തെ ക്രോമസോം, പി പ്ലാന്റിലെ 4ാമത്തെ ക്രോമസോമാണ്. ഫ്ലവർ പൊസിഷനും പോട്ട് ഷേപ്പും കൺട്രോൾ ചെയ്യുന്നത്. ഫ്ലവർ പൊസിഷൻ ഇറ്റ് ഈസ് ആക്സിയൽ ടെർമിനൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്രോമസോമിൽ ഇരിക്കുന്നത് ആക്സിയൽ പൊസിഷനിൽ ഇരിക്കുന്ന ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഇത് നമുക്ക് ടെർമിനൽ പൊസിഷനിൽ ഇരിക്കുന്ന ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനാണ്. ടെർമിനൽ പൊസിഷനിലാണ് ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിസൈഡ് ചെയ്യുന്ന ജീനാണ്. പിന്നെ അടുത്ത 4th ജീൻ എന്ന് പറയുന്നത് എന്താ നമ്മൾ പറഞ്ഞ പോഡ് ഷേപ്പ്. പോഡ് ഷേപ്പ് രണ്ട് തരത്തിലുണ്ട്, ഇൻഫ്ലേറ്റഡും കൺസ്ട്രക്റ്റഡും അല്ലെ. അപ്പൊ നമുക്ക് ഇത് ഇൻഫ്ലേറ്റഡ് ആയിട്ട് എടുക്കാം, ഇത് കൺസ്ട്രക്റ്റഡ് ആയിട്ട് എടുക്കാം. ഇത് രണ്ടും ഏതിലായിരിക്കുന്നത്? ഒരൊറ്റ ക്രോമസോമിലായിരിക്കുന്നത്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സെപ്പറേറ്റ് ഇൻഡിപെൻഡന്റ്ലി. ഈ രണ്ട് ക്യാരക്ടർ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ, ആക്സിയൽ പൊസിഷനിൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് ഒരു ആക്സിലറി ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ ഇരിക്കുന്ന അതേ ക്രോമസോമിൽ തന്നെയാണ് ഇൻഫ്ലേറ്റഡ് ഷേപ്പുള്ള പോഡ് ഷേപ്പുള്ള സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ജീനും ഇരിക്കുന്നത്. അപ്പൊ ഇതിന് രണ്ടില് ആക്സിയൽ ആൻഡ് കൺസ്ട്രക്റ്റഡ് തമ്മിൽ ജോയിൻ ചെയ്യിക്കാൻ ബുദ്ധിമുട്ടാ അല്ലെ. നമുക്ക് ഇത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ആക്സിയൽ ആൻഡ് ഇൻഫ്ലേറ്റഡ് ടുഗദർ ഇറ്റ് വിൽ ഗോ ടു വൺ സൈഡ് ആൻഡ് ടെർമിനൽ ആൻഡ് കൺസ്ട്രക്റ്റഡ് ഇറ്റ് വിൽ ഗോ ടു അനദർ സൈഡ്. എന്ന് പറഞ്ഞാൽ എന്താ, ഈ രണ്ട് ജീനും ഡിപ്പെൻഡന്റ് ആയിട്ടായിരിക്കുന്നത്. അവർ രണ്ട് ക്രോമസോമിലല്ല ഇരിക്കുന്നത്, ഒറ്റ ക്രോമസോമിലായിരിക്കുന്നത്. ഒറ്റ ക്രോമസോമിലായിരിക്കുന്നെങ്കിൽ there are several factors which will help in segregation or which will lead to the segregation of these two genes independently. ഇൻഡിപെൻഡന്റ് സെപ്പറേഷൻ നടക്കണമെങ്കിൽ വേറെ കുറേ കാര്യങ്ങൾ നടക്കണം. എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് സെപ്പറേഷൻ ക്ലിയർ ആയിട്ട് നടക്കുന്നുണ്ടാവില്ല ഒരേ ക്രോമസോമിലാണ് ഇരിക്കുന്നതെങ്കിൽ ആസ് ഇൻ ഹോമോലോഗസ് ക്രോമസോം. ഹോമോലോഗസ് ക്രോമസോമിൽ രണ്ട് ഹോമോലോഗസ് ക്രോമസോംസിൽ ഇരിക്കുന്ന ജീൻസിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന അത്ര ഈസി ആയിട്ട് നമുക്ക് ഒരേ ഹോമോലോഗസ് ക്രോമസോംസിൽ ഇരിക്കുന്ന ജീനിനെ സെപ്പറേറ്റ്, രണ്ട് ജീനിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ചുരുക്കം. അതിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്, ഇതൊക്കെ ഈ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിന്റെ ഭാഗമാണ് കേട്ടോ. ഇനി അതിനെ എന്താ പറയാ, കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് കൺഫർമേറ്ററി സ്റ്റെപ്പ് അല്ലെങ്കിൽ കൺഫർമേറ്ററി എക്സസൈസ് ചെയ്തത് TH മോർഗൻ ആണ്. TH മോർഗൻ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് ഡ്രോസോഫിലയില് ഇങ്ങനെ ഒരേ ക്രോമസോമിൽ കാണുന്ന രണ്ട് ജീനിനെ വെച്ച് അദ്ദേഹം എക്സ്പെരിമെന്റ് ചെയ്തപ്പോഴാണ് he could prove the chromosomal inheritance in which the independent assortment it is not completely true എന്ന് തെളിയിക്കാൻ പറ്റിയത് കേട്ടോ. Okay, so
this is all about the chromosomal theory of inheritance. ഇനി നമുക്ക് അടുത്ത പോർഷനിൽ linkage and crossing over which was studied by T.H. Morgan we'll see.